ഇവിടെ ഞാൻ ചോദിച്ചു കേട്ടില്ലേ? ഇവിടെ തന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? എന്തെങ്കിലും ഒരു കാര്യം തന്നെ അപമാനിക്കുന്ന രീതിയിൽ ഉണ്ടായാൽ അപ്പൊ തന്നെ പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ താനീ മടിക്കുന്നേ? നിന്റെ വാക്ക് രാധിക കേൾക്കണമെങ്കില് അവള് പ്രതികരിക്കേണ്ടത് ഞങ്ങളോടല്ല, അവളുടെ അച്ഛനോടും അമ്മയോടും. എന്തായാലും നീ തേടി തേടി കണ്ടുപിടിച്ച ബന്ധം കൊള്ളാൻ വരും. കള്ളന്മാരുടെ കുടുംബത്തിൽ നിന്നൊരു സംബന്ധം. മതി, നിർത്ത്. ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും പറയണ്ട. അല്ല, എന്താ രണ്ടുപേരുടെ ഉദ്ദേശം? രണ്ടെണ്ണത്തിനെ അച്ഛനോട് നിർത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള അവധി പറഞ്ഞിട്ടാ. അത് കഴിയുമ്പോ രണ്ടും ഉടനെ ഇറങ്ങേണ്ടി വരും. ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് സ്വന്തം ഭാര്യ എവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമോന്നൊന്ന് അന്വേഷിച്ചു നോക്ക്. രാധിക, നോക്ക്. താൻ എന്താ കാര്യം വെച്ചാ പറ. വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിക്കില്ലേ? കാര്യം എന്താണെന്ന് ഞാൻ പറയാം. കണിമംഗലത്തുനിന്ന് കുറച്ച് ആഭരണങ്ങൾ കാണാതെ പോയി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത് അന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇന്നത് കണ്ടെത്തിയത് എവിടുന്നാണെന്ന് അറിയാവോ? ഇവളുടെ അമ്മയുടെ കഴുത്തിൽ നിന്ന്. ബാക്കി അറിയണ്ടേ നിനക്ക്? യശോദയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഒന്ന് നോക്കിയേ. ഇത് കണിമംഗലത്ത് പരമ്പരാഗതമായ ആഭരണമല്ലേ? അക്കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടോ? നോക്കൂ, എനിക്ക് മാല ദേവേട്ടന്റെ അമ്മ തന്നതാ. തിരുമേനി, ഒന്ന് അമ്മയെ വിളിക്കൂ. അമ്മേ, അമ്മ എനിക്ക് അന്നൊരു മാല തന്നില്ലേ? അത് അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടിയതാ? ഏത് മാല? ഞാൻ നിനക്ക് മാല തന്നോ? പ്രിയങ്കയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതാ. അവളുടെ കയ്യിൽ കൊടുത്ത വലിച്ചെറിഞ്ഞ് കളയും, അതുകൊണ്ട് നീ തന്നെ കഴുത്തിലിട്ടോന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചില്ലേ? അയ്യോ, എനിക്ക് അങ്ങനെ ഒരു കാര്യം ഓർമ്മയില്ല. ഞാൻ നിനക്ക് അങ്ങനെ ഒരു മാല തന്നിട്ടേയില്ല.